റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ നിന്ന് വീണ്ടും ഒരു ചോരപ്പുഴയുടെയും തർക്കങ്ങളുടെയും വാർത്ത പുറത്തുവരുമ്പോൾ ആഗോള രാഷ്ട്രീയം വീണ്ടും കലുഷിതമാവുകയാണ്. റഷ്യൻ അധിനിവേശ ലുഹാൻസ്ക് മേഖലയിലെ സ്റ്റാരോബെൽസ്കിൽ മെയ് 22-ന് നടന്ന അതിശക്തമായ ആക്രമണമാണ് ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോരിനും വൻ സൈനിക നീക്കങ്ങൾക്കും വഴി തുറന്നിരിക്കുന്നത്. യുദ്ധത്തിന്റെ ചരിത്രത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒന്നായി ഈ ആക്രമണം മാറിക്കഴിഞ്ഞു. ആക്രമണത്തിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ അതിരൂക്ഷമായ പ്രതികരണമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രധാന വാർത്ത. സ്റ്റാറോബെൽസ്ക് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അവർക്ക് ഒളിക്കാൻ ഒരിടവും ഉണ്ടാകില്ല എന്നും ഒരൊറ്റ പ്രതിയെ പോലും വെറുതെ വിടില്ലെന്നും പുടിൻ പ്രഖ്യാപിച്ചു. കുറ്റവാളികൾക്ക് ഒഴിവാക്കാനാകാത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന പുടിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് മോസ്കോ ഇതിനകം തന്നെ ഔദ്യോഗികമായി ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. റഷ്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ലുഹാൻസ്കിലെ ഒരു കോളേജ് ഡോർമെട്രിക്ക് നേരെയാണ് യുക്രൈന്റെ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായാണ് മോസ്കോ അവകാശപ്പെടുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തെ ലക്ഷ്യം വെച്ച യുക്രൈൻ നടത്തിയ ക്രൂരതയാണിത് എന്നാണ് റഷ്യൻ മാധ്യമങ്ങളും ഭരണകൂടവും ആവർത്തിക്കുന്നത്. എന്നാൽ റഷ്യയുടെ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് യുക്രൈൻ സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ ഹോസ്റ്റലല്ല, മറിച്ച് റഷ്യൻ സൈന്യത്തിന്റെ അതിപ്രധാനമായ ഒരു സ്പെഷ്യൽ ഡ്രോൺ യൂണിറ്റ് ആസ്ഥാനമാണ് തങ്ങൾ തകർത്തതെന്നാണ് കീവിന്റെ ഔദ്യോഗിക വിശദീകരണം. യുക്രൈൻ അതിർത്തിക്കുള്ളിൽ കടന്ന് നിരന്തരം നാശം വിതയ്ക്കുന്ന റഷ്യൻ ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന കേന്ദ്രത്തെയാണ് തങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ചതെന്ന് യുക്രൈൻ സൈന്യം അവകാശപ്പെടുന്നു. ഈ പരസ്പര വിരുദ്ധമായ വാദങ്ങൾ യുദ്ധമുഖത്തെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള അനിശ്ചിതത്വമാണ് സൃഷ്ടിക്കുന്നത്. കൊല്ലപ്പെട്ടവർ സാധാരണക്കാരാണോ അതോ സൈനിക വേഷത്തിലല്ലാത്ത റഷ്യൻ ഡ്രോൺ ഓപ്പറേറ്റർമാരാണോ എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. യുദ്ധകാലത്ത് ഇരുപക്ഷവും നടത്തുന്ന പ്രചരണങ്ങളുടെ ഭാഗമായാണ് ഈ വിവരങ്ങളെ ലോകം വിലയിരുത്തുന്നത്. സ്റ്റാറോബെൽസ്ക് ആക്രമണം കേവലം ഒരു പ്രാദേശിക സൈനിക നടപടി എന്നതിനപ്പുറം വലിയൊരു മാനുഷിക ദുരന്തമായാണ് റഷ്യ ചിത്രീകരിക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും ഉയർന്നേക്കാമെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ റഷ്യൻ നിയന്ത്രണത്തിലുള്ള രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തുടരുകയാണ്. മറുവശത്ത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യൻ ഡ്രോൺ ആസ്ഥാനം തകർക്കുക എന്നത് തങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. റഷ്യൻ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം താവളങ്ങൾ ഇല്ലാതാക്കേണ്ടത് അനിവാര്യമാണെന്ന് യുക്രൈൻ കമാൻഡർ വാദിക്കുന്നു. യുദ്ധത്തിൽ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നത് നിർഭാഗ്യകരമാണെങ്കിലും റഷ്യ സൈനിക താവളങ്ങൾ ജനവാസ മേഖലകളിൽ ഒളിപ്പിക്കുകയാണെന്ന യുക്രൈന്റെ കുറ്റപ്പെടുത്തൽ. ഈ സംഭവത്തോടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സാധാരണക്കാരുടെ നാശനഷ്ടങ്ങളെയും സൈനിക ലക്ഷ്യങ്ങളെയും കുറിച്ചുള്ള തർക്കങ്ങൾ വീണ്ടും ആഗോളതലത്തിൽ സജീവമായിരിക്കുകയാണ്. യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണ് യുക്രൈൻ നടത്തിയതെന്ന് റഷ്യ ആരോപിക്കുമ്പോൾ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നിയമാനുസൃതമായ തിരിച്ചടിയാണ് ഇതെന്നാണ് യുക്രൈന്റെ നിലപാട്. ഉത്തരവാദിത്തം ആർക്കാണെന്ന ചോദ്യം ഇരു രാജ്യങ്ങളും പരസ്പരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ റഷ്യയുടെ അന്വേഷണ ഏജൻസികൾക്ക് പുടിൻ പരമാധികാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അതിർത്തി മേഖലകളിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കി. ലുഹാൻസ്കിൽ യുക്രൈനെ സഹായിക്കുന്ന ചാരന്മാരെ കണ്ടെത്താനുള്ള വ്യാപകമായ തിരച്ചിലാണ് റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ FSB. ഇതിനിടയിൽ യുക്രൈന് സൈനികവും സാങ്കേതികവുമായ സഹായങ്ങൾ നൽകുന്ന നാറ്റോ സഖ്യരാജ്യങ്ങൾക്കെതിരെയും പുടിൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്റ്റാറോബെൽസ്ക് ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളോ രഹസ്യ വിവരങ്ങളോ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയതാണെന്ന് തെളിഞ്ഞാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മോസ്കോയുടെ മുന്നറിയിപ്പ്. നാറ്റോ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകാൻ ശ്രമിക്കരുതെന്ന് പുടിൻ ഓർമ്മിപ്പിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് നൽകുന്ന ദീർഘദൂര മിസൈലുകളും ആധുനിക ആയുധങ്ങളുമാണ് റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലെ ഇത്തരം ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. റഷ്യൻ മണ്ണിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ യുക്രൈനെ അനുവദിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിതുറക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നാറ്റോയുടെ അടുത്ത നീക്കങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്.
യുദ്ധം തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ സ്റ്റാരോബെൽസ്ക് ദുരന്തം യുദ്ധത്തിന്റെ തീവ്രത ഇനിയും വർദ്ധിപ്പിക്കാനേ ഉപകരിക്കൂ. ലുഹാൻസ്കിൽ ഉണ്ടായ ഈ തിരിച്ചടിക്ക് പകരമായി യുക്രൈന്റെ പ്രധാന നഗരങ്ങളായ കീവ്, ഖാർക്കീവ് എന്നിവിടങ്ങളിൽ റഷ്യ വരും ദിവസങ്ങളിൽ ശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അഗാധമായ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധമുന്നണിയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമ്പോൾ സാധാരണക്കാരുടെ ജീവന് മുൻഗണന നൽകണമെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കപ്പെടുന്നില്ല എന്നതിന് തെളിവാണ് സ്റ്റാരോബെൽസ്കിൽ കണ്ടത്. രണ്ട് വാദങ്ങൾക്കിടയിലും നഷ്ടപ്പെടുന്നത് മനുഷ്യജീവനുകൾ മാത്രമാണ്. റഷ്യൻ അന്വേഷണത്തിന്റെ പുരോഗതിയും അതിനോടുള്ള യുക്രൈന്റെ പ്രതികരണവും വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കും. പുടിന്റെ ഒഴിവാക്കാനാകാത്ത ശിക്ഷ എന്ന പ്രഖ്യാപനം വെറുമൊരു മുന്നറിയിപ്പല്ല എന്നും അത് യുക്രൈനു മേലുള്ള റഷ്യയുടെ അടുത്തഘട്ട ആക്രമണത്തിന്റെ വിളംബരമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. യുദ്ധഭൂമി കൂടുതൽ ചോരരൂക്ഷിതമാകുന്ന കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.